വന്ദേമാതരത്തെ അപമാനിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബി.ജെ.പി. സംഘടിപ്പിക്കുന്ന വന്ദേമാതര സദസ്സുകൾക്ക് തുടക്കമായിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെയാണ് ബി.ജെ.പി. പ്രതിഷേധമിരിക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വന്ദേമാതര സദസ്സ് അല്പസമയത്തിനകം ആരംഭിക്കും. എസ് ശാലിനിയാണ് അവിടെ നിന്നും ചേരുന്നത്. ശാലിനി, ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി വന്ദേമാതരം അഭിമാനത്തോടുകൂടി ആലപിച്ചാണ് ഈ വി.ഡി. സതീശന്, അതായത് ജിഹാദികളുടെ മുന്നിൽ മുട്ടിലഴയുന്ന വി.ഡി. സതീശന് മറുപടി നൽകാൻ ദേശീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചത്. എത്രത്തോളം വിപുലമായ പരിപാടികളാണ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി 15,000 കേന്ദ്രങ്ങളിലാണ് വന്ദേ മാതരം ബി.ജെ.പി. പ്രവർത്തകർ ആലപിച്ചത്. അതിൻ്റെ ഭാഗമാവുകയും ചെയ്തത്. സമാനമായി തന്നെയാണ് ഇന്ന് വന്ദേ മാതരം സദസ്സ് 30 സിറ്റി ജില്ലകളിൽ അടക്കം സംഘടിപ്പിക്കുന്നത്, വിവിധ വേദികളിൽ സംഘടിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദി കൂടിയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. ഇവിടെ ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനാണ് ഈ ഒരു പരിപാടി വന്ദേ മാതരം സദസ്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന വ്യാപകമായി ഏകദേശം 30-ലധികം കേന്ദ്രങ്ങളിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ വന്ദേ മാതരത്തോട് UDF സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, ഒപ്പം തന്നെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേദിയിൽ കൃത്യമായി ദേശീയ ഗീതം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിട്ടും അത് അവഗണിച്ചുകൊണ്ട് ദേശീയ ഗാനം മാത്രം പാടി ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചിരുന്നു. പല വേദികളിലും അത് സമാനമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം വന്ദേ മാതരം ആലപിക്കേണ്ട കാര്യമില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടി നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഗൗതം സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമികളുടെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട്, മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് വന്ദേ മാതരത്തെ അപമാനിക്കുന്ന ഒരു നിലപാടാണ് UDF സർക്കാരും വി.ഡി. സതീശനും സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ വർഗീയ വിഭജന അജണ്ടയ്ക്കെതിരെ വന്ദേ മാതര സദസ്സ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ വിവിധ വേദികളിൽ ആരംഭിക്കുകയും ചെയ്യും. ഇതൊരു താക്കീത് പ്രതിഷേധം മാത്രമായിട്ടാണ് ബി.ജെ.പി. കരുതുന്നത്. കാരണം ദേശീയതയ്ക്കൊപ്പം എക്കാലത്തും നിലകൊള്ളുന്നത് ബി.ജെ.പി. മാത്രമാണ്. അത് ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വന്ദേ മാതരത്തോട് അയിത്തം കാണിക്കുകയും വന്ദേ മാതരത്തെ അകറ്റി നിർത്താനും ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രവർത്തകർ ഈ ഒരു വന്ദേ മാതര സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വനിതാ പ്രവർത്തകർ, വിവിധ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ ഈ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്യുന്നു. എന്തായാലും സംസ്ഥാന വ്യാപകമായി പരിപാടി നടക്കുകയാണ്. UDF സർക്കാർ ഒരു താക്കീത് എന്നതിനപ്പുറം ഈ വർഗീയ ശക്തികൾക്കുള്ള ഒരു താക്കീതായി തന്നെയാണ് ഈ പരിപാടിയെ ഇപ്പോൾ ബി.ജെ.പി. കാണുന്നത്. അത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ തലസ്ഥാന ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ സിറ്റി ജില്ലയിലെ ചുമതലയുള്ള എല്ലാ അംഗങ്ങളും പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരണം ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. വർഗീയത വിളമ്പുന്ന വർഗീയ ശക്തികളുടെ അവരുടെ ഒരു പൊയ്മുഖം തുറന്നു കാട്ടുക കൂടിയാണ് ഈ പരിപാടി കൊണ്ട് ബി.ജെ.പി. ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്.